ഇനിയും ഊർത്തപാദാസനം. ഊർത്തപാദ ഹസ്താസനം വേറെ ഉണ്ട്. ഇത് ഊർത്തപാദാസനം ഒരു സിമ്പിൾ യോഗയാണ്. പക്ഷേ നമ്മുടെ കാലുകളുടെ മസിൽസ് നല്ലപോലെ ബലപ്പെടും. ഉദരത്തിൻ്റെ അവയവങ്ങളൊക്കെ നല്ല ശക്തിപ്പെടും. ഉദരത്തിലെ മസിൽസ് ശക്തിപ്പെടുന്നു. അപ്പോൾ ഉദരത്തിൻ്റെ വണ്ണം കുറയുന്നു, ഫാറ്റ് കുറയുന്നു. പിന്നെ നമ്മുടെ കാഴ്ചശക്തി കൂടുന്നു. കാണിക്കാം. തുടകളുടെ മസിലും ബലപ്പെടും, തുടകളുടെ വണ്ണം കുറയും. തൈസിൻ്റെ വണ്ണം പലർക്കും പ്രശ്നമാണ്. അത് കുറഞ്ഞ് ആകാരഭംഗി കൂടും. കാണിക്കട്ടെ. സ്ട്രെയിറ്റായിട്ട് കിടക്കണം. ബോഡി മൊത്തം ഇവിടം വരെ, ബട്ടക്സ് വരെ നല്ലപോലെ യോഗ മാറ്റി പതിഞ്ഞിരിക്കണം. എന്നിട്ട് സാവധാനമേ കാല് പൊക്കാവുള്ളൂ. മസിലുകളൊന്നും വലിയ ബലം കൊടുക്കാതെ സാവധാനം കാല് പൊക്കണം. കൈപ്പത്തി രണ്ടും വെറുതെ യോഗ മാറ്റിൽ ഇങ്ങനെ വെക്കണം. ഇരുവശത്തുമായിട്ട് രണ്ട് കൈകളും കൈപ്പത്തി കമത്തി യോഗ മാറ്റി വെക്കണം. എന്നിട്ട് സാവധാനം കാലുകൾ പൊക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വേണം പൊക്കാൻ, ശ്വാസം പിടിച്ചു വേണം കാല് പൊക്കി നിർത്താൻ. അത് കഴിഞ്ഞിട്ട് ശ്വാസം വിട്ടുകൊണ്ട് താക്കണം. ഇങ്ങനെ സാവധാനമേ ഉയർത്താവൂ, സാവധാനമേ മാറ്റിലോട്ട് കൊണ്ടുവന്ന് വെക്കാവുള്ളൂ. മാറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ ശ്വാസം സാവധാനം വിട്ടുകൊണ്ട്, മാറ്റിൽ കാലുകൾ എത്തുമ്പം ശ്വാസം വിട്ട് തീർന്നിരിക്കണം. ഒന്നുകൂടെ കാണിക്കാം. നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കണ്ണടച്ച് നിങ്ങളുടെ ബോഡി ഒന്ന് മനസ്സുകൊണ്ട് കാണണം. ഏത് യോഗയും ചെയ്യുന്നതിന് മുമ്പായി കണ്ണടച്ച് നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് മനസ്സുകൊണ്ടൊന്ന് കണ്ട് ഒരു ദീർഘശ്വാസം എടുത്ത് വിട്ടിട്ട് ചെയ്യാവുള്ളൂ. എന്നിട്ട് കാലുകൾ ഇതുപോലെ അകത്തി 45 ഡിഗ്രി, കൈകളും ബോഡിയിൽ നിന്ന് 45 ഡിഗ്രി കൈകൾ അകത്തി, വിരലുകൾ സ്വല്പം അകത്തോട്ട് വളച്ച് കണ്ണടച്ച് നോർമൽ ബ്രീത്തിങ് കിടക്കണം. ആദ്യം ചെയ്യുമ്പോൾ ഒരു 5 പ്രാവശ്യം, പിന്നെ അത് 10, 11 അങ്ങനെ കൂട്ടിപ്പോകാം. അങ്ങനെ ഒരു 5 പ്രാവശ്യം, ഒരു പ്രാവശ്യം ചെയ്തിട്ട് റിലാക്സേഷൻ വേണ്ട. ഒരു സെറ്റ് നിങ്ങൾ എത്രയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 5എങ്കിൽ 5, 7, ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ റിലാക്സ് ചെയ്ത് കിടക്കണം. എന്നിട്ട് എപ്പോഴും കിടന്നു കഴിഞ്ഞാൽ, കമന്ന് കിടന്നാലും വലന്ന് കിടന്നാലും എപ്പോഴാണേലും കിടന്നിട്ട് എഴുന്നേൽക്കുമ്പം ഇതുപോലെ വലത്തുവശം ചെരിഞ്ഞ് എഴുന്നേക്കാവുള്ളൂ. എങ്കിലേ നമുക്ക് പ്രഷർ ചേഞ്ച് വരാതിരിക്കുകയുള്ളൂ. നമ്മുടെ ഇടതുവശത്താണ് ഹാർട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഹാർട്ട് അനക്കാതെ വലതുവശം ചെരിഞ്ഞ് എഴുന്നേക്കണം. ഇതുപോലെയാണ് രാത്രിയിലൊക്കെ നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാനോ എന്തെങ്കിലും അത്യാവശ്യത്തിന് എഴുന്നേൽക്കുവാണെങ്കിൽ സാവധാനമേ എഴുന്നേക്കാവുള്ളൂ. വലതുവശം ചെരിഞ്ഞ് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ രാത്രിയിൽ ഉണർന്നിട്ട് എഴുന്നേൽക്കുമ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത്. സഡനായിട്ട് എഴുന്നേറ്റിരിക്കല്. വലതുവശം ചെരിഞ്ഞ് എഴുന്നേറ്റ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടേ നിങ്ങൾ ബാത്റൂമിൽ പോവുകയോ ഫോൺ എടുക്കാനായിട്ട് പോവുകയോ എന്ത് കാര്യത്തിനും പോകാവുള്ളൂ. ഓക്കെ.